പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ വിശുദ്ധ പകലിൽ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് വരുവാനും വിവിധ ഇടങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിപ്പാനും സർവ്വകൃപാലുവാകുന്ന ദൈവം നൽകി തരുന്ന അവസരങ്ങൾക്കും പദവികൾക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിൻ്റെ 1-ാം മാസത്തിൻ്റെ 20-ാം പകലിൽ, പ്രത്യേകിച്ച് നിയോഗത്താൽ ക്രമീകരിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 1-ാം ദിവസം, വളരെ ആത്മനിയോഗത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ തരുന്നല്ലോ. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും ഞാൻ എൻ്റെ ദൈവത്തിന് അർപ്പിക്കുന്നു. ഇന്ന് പകലിൽ ഈ ആത്മീക ശുശ്രൂഷകൾ തികഞ്ഞ ആത്മനിറവോടുകൂടി ലീഡ് ചെയ്യുന്ന കർത്താവിൽ പ്രസിദ്ധനും അനുഗ്രഹീതനുമായ കർത്തൃദാസൻ പാസ്റ്റർ തോമസ് മാത്യു അവറുകൾ ഈ ആത്മീക ശുശ്രൂഷകൾ കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് മുമ്പായി ശുശ്രൂഷകൾ നിർവഹിച്ച കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ പ്രിൻസ് തോമസ് അവറുകൾ, എന്നോട് ചേർന്ന് ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് ആത്മീക ആരാധനകൾക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ബ്രദർ ടിബിൻ ആൻഡ് ടീം, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയപരിധിയിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ ദൈവമക്കൾ, മാതാപിതാക്കൾ, ഇപ്പോഴും പിന്നത്തേതിനുമായി നിങ്ങൾ ഈ ശുശ്രൂഷകളെ ശ്രവിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒപ്പം ഇന്ന് പകലിൽ ഈ ഫ്ലോറിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ബഹുമാന്യരായ ദൈവമക്കൾ എല്ലാവർക്കുമായി സ്തോത്രം. നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനകളുടെ 1-ാം ദിവസത്തിൻ്റെ ആദ്യത്തെ സെഷനിലെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ഒരു വചനം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. എബ്രായ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കീസെദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് മൂടാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പവർ വിഷൻ മീഡിയയിലൂടെ ക്രമീകരിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാം ദിവസം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിൻ്റെ തിരുവിടുത്തുകളെ കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് തരുന്ന അവസരത്തിന് നന്ദി. അങ്ങനെ ഏൽപ്പിച്ച വചനം ഞാൻ ഈ ജനത്തിന് വേണ്ടി പരസ്യമായി വായിച്ചു. എബ്രായർക്ക് ദൈവം ഈ ലേഖനം കൈമാറുമ്പോൾ 7-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ ഏത് ആത്മമണ്ഡലമാണോ ആ സഭയ്ക്ക് തുറക്കാൻ, ആ ജനത്തിന് തുറക്കുവാൻ ദൈവം ആഗ്രഹിച്ചത്, ഇന്ന് പകലിൽ എൻ്റെ ശ്രോതാക്കളായ സകല ദൈവമക്കളുടെ മേലും ആ ദൂതിൻ്റെ മഹത്വം ശക്തിയോടെ കർത്താവ് കൈമാറുവാൻ ആത്മാവിൽ ദൈവപ്രവർത്തിക്കായിട്ട് ഞാൻ വേർതിരിക്കുകയാണ്. വചന കേൾവിക്ക് വേണ്ടി ദൈവജനത്തിൻ്റെ ഹൃദയത്തെ ദൈവം തുറക്കണം. വചനം തുറന്ന് വചനത്തിൻ്റെ ശക്തിയാൽ അവിടുത്തെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷകളുടെ അടുത്ത മിനിറ്റിലെ മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവിന് ഞാൻ കൈമാറുന്നു. ആത്മാവും എല്ലാം നന്നായി ചെയ്യും. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. വളരെ പരിചിതമായൊരു വേദഭാഗമാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ പകലിൽ നമ്മളെ വായിച്ചു കേൾപ്പിച്ചത്. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മൽക്കീസെദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചൊരു ഭാഗം പുതുനിയമ ഭാഗത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എബ്രായ ലേഖനം വിശുദ്ധ ബൈബിളിലെ 58-ാമത്തെ പുസ്തകം ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെക്കുറിച്ചും ക്രിസ്തുവേശുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം ആകുന്ന ആ പരമയാഗത്തിലൂടെ മാനവകുലത്തിനു വേണ്ടി ദൈവം കൈമാറിയ ശ്രേഷ്ഠകരമാകുന്ന അനുഭവങ്ങളും ഒക്കെയാണ് എബ്രായ ലേഖനത്തിൻ്റെ പാഠ്യവിഷയം. എന്നാൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്രത്തെ കോട്ട് ചെയ്തുകൊണ്ട് പുതിയ നിയമസഭയോട്, അഥവാ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് ആഴത്തിലൊരു ദൂത് കൈമാറുകയാണ്. ഒത്തിരി ഉപദേശങ്ങളും യാഗങ്ങളെക്കുറിച്ചുള്ള ക്രമങ്ങളും യേശു കർത്താവിൻ്റെ യാഗത്തിൽ നടന്ന അത്ഭുതങ്ങളും വിടുതലുകളും ഒക്കെ രേഖപ്പെടുത്തി വെക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരൊറ്റ വാക്യത്തിൽ ഒരു പ്രവചന ദൂത് പോലെ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് ശക്തമായിട്ട് സംസാരിക്കുകയാണ്. ജാതീയ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി തൻ്റെ പട്ടണത്തിലേക്ക് കയറി വരുന്ന അബ്രാമിനെ, അഥവാ അബ്രഹാമിനെ, ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമാകുന്ന മൽക്കീസെദേക്ക് എതിരേറ്റ് വന്ന് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം. സത്യത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിരിവ് ആ ഭാഗങ്ങളിൽ സംഭവിക്കുകയാണ്. അതിനു മുമ്പ് വരെ പല രാജ്യങ്ങളോടും രാജാക്കന്മാരോടും യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയാതെ ഒട്ടനവധി വിഷയങ്ങളാൽ ഭാരപ്പെട്ട ദൈവമനുഷ്യൻ തൻ്റെ ജീവിതത്തിനകത്തേക്ക് മൽക്കീസെദേക്ക് കണക്റ്റ് ആകുമ്പോൾ, മൽക്കീസെദേക്ക് തന്നെ എതിരേറ്റ് വരുമ്പോൾ ഒരു പ്രധാന തിരിവിലേക്ക് അബ്രഹാമിനെ ദൈവം നയിക്കുന്നു. മൽക്കീസെദേക്കിനെ പറ്റി ബൈബിൾ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ താഴേക്കുള്ള വാക്യങ്ങളിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കൃത്യമായ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത മനുഷ്യൻ. മൽക്കീസെദേക്കിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവ അവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ബൈബിളിലെ 2 ഭാഗങ്ങളിൽ മാത്രം പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തി. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിലും എബ്രായ ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ ഈ പശ്ചാത്തലത്തിലും 2 ഭാഗങ്ങളിൽ മാത്രമേ മൽക്കീസെദേക്ക് എന്ന ഈ മനുഷ്യനെ പറ്റി, അല്ലെങ്കിൽ ഈ ഒരു അഭിഷക്തനെ പറ്റി പരാമർശിക്കുന്നുള്ളൂ.
അദ്ദേഹത്തിന് ഐഡന്റിറ്റി ഇല്ല, വംശാവലിയില്ല, പിതാവില്ല, മാതാവില്ല, ജനിച്ചതെവിടെ, വളർന്നതെവിടെ, വളർത്തിയതാര്, എവിടുന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. ഒരു വലിയ നിയോഗത്തോടെ അബ്രഹാമിനെ പോലെ ഒരു മനുഷ്യനെ അനുഗ്രഹിക്കണമെന്നുള്ള ദൈവിക പദ്ധതിയോടെ ആരുടെയും ഇൻവിറ്റേഷൻ കൂടാതെ, ആരുടെയും അനുവാദം കൂടാതെ ഈ മനുഷ്യൻ രംഗത്ത് വരുന്നു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു, മടങ്ങിപ്പോകുന്നു. സത്യത്തിൽ ഇത് കൃത്യമായിട്ട് ബോധ്യമാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ ധ്യാനിക്കണം. മറ്റാരും നേരിടാത്ത സമാനതകളില്ലാത്ത ജീവിത പ്രതിസന്ധികളിലൂടെ അബ്രഹാം കടന്നു പോകുമ്പോൾ, ആ കാലഘട്ടത്തിൽ ആരും നേരിടാത്ത വെല്ലുവിളികൾ അബ്രഹാം നേരിടുമ്പോൾ, തൻ്റെ ജീവിതത്തെ ഒരു അത്ഭുതത്തിൻ്റെ നിയോഗത്തിലേക്ക് തിരിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ദൈവ മനുഷ്യനായിരുന്നു മൽക്കീസദേക്ക്. ഒരു വാചകം ഞാൻ വിശ്വസിക്കുന്നവരോട് പറഞ്ഞ് ഈ ദൂതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കയറുക. നിങ്ങൾ കേട്ട വാഗ്ദത്തത്തെ, നിങ്ങളോട് ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ഡെസ്റ്റിനേഷനിൽ നിങ്ങളെ എത്തിക്കാൻ, നിങ്ങൾ ആയുസ്സിൽ ചിന്തിക്കാത്ത, നിങ്ങൾ ഹൃദയത്തിൽ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി കണക്ട് ചെയ്യാൻ പോകുകയാണ്. 2025 1-ാം മാസത്തിൽ തന്നെ, ഈ 20-ാം പകലിൽ തന്നെ പരിശുദ്ധാത്മാവ് വളരെ നിയോഗത്തോടെ കൈമാറുന്നു. വാഗ്ദത്തങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ നിങ്ങളെ എത്തിക്കുന്ന നിങ്ങളുടെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഇന്നിത് വിശ്വസിക്കുമ്പോൾ, ഇന്നിത് ആമേൻ പറയുമ്പോൾ, ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ട് നിങ്ങൾ ഈ ദൂതിന് ആമേൻ പറഞ്ഞാലും, അടുത്ത മണിക്കൂറുകളിൽ അബ്രഹാമിനെതിരെ മൽക്കീസദേക്ക് വന്നതുപോലെ വിശ്വസിക്കുന്ന ദൈവ പൈതലെ, നിനക്കെതിരെ നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പറിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തില് ഒരു വലിയ നിയോഗത്തോടു കൂടിയ അബ്രാമിനെ ദൈവം വിളിച്ച് പുറത്തെടുക്കുന്നത്. എബ്രായ ലേഖനത്തിന്റെ 7-ാം അധ്യായത്തിനകത്ത് അബ്രഹാം എന്ന് ആ ദൈവ മനുഷ്യനെ വിളിക്കുമ്പോൾ, അദ്ദേഹത്തെ ദൈവം വിളിച്ച് പുറത്തെടുക്കുന്ന സമയത്ത് പേര് അങ്ങനെയല്ല, അബ്രാം എന്ന. മെസൊപ്പൊത്താമിയയിൽ നിന്നും കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്നും BC 3000 ദൈവശബ്ദം കേട്ട് ഈ മനുഷ്യൻ പുറത്തു വരുമ്പോൾ, ഇന്ന് കാണുന്ന അനുഗ്രഹങ്ങളോ ജീവിത സാഹചര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് പറഞ്ഞപ്പോൾ, എവിടെ ചെന്നെത്തും, എങ്ങനെ ചെന്നെത്തും എന്നൊരാശങ്കയില്ലാതെ കേട്ട ദൈവശബ്ദത്തിന്റെ ഉറപ്പിൽ അബ്രാം യാത്ര ആരംഭിച്ചു. വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി കൈവിരൽ കൊണ്ട് ഗ്രഹബിംബങ്ങളെ ഡിസൈൻ ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യം. കൽദേരുടെ പട്ടണമായ ഊര് വിഗ്രഹങ്ങളുടെ ഈറ്റില്ലമാണ്. അബ്രാമിന്റെ വീടിനകത്ത് ദൈവമുണ്ട്, വീടിന്റെ പുറത്ത് ദൈവമുണ്ട്. അകത്തും പുറത്തുമൊക്കെ ദൈവങ്ങൾ നിൽക്കുമ്പോൾ, സ്തോത്രം, ആ ദൈവങ്ങൾക്കൊന്നും സംസാരിക്കാൻ കഴിയാത്തൊരു ദൂത്, ജീവനുള്ള ദൈവം അബ്രാമിനോട് സംസാരിക്കാനിടയായി തീർന്നു. അബ്രാമിന് ഈ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് ഉറപ്പാ, വിളിച്ച ദൈവം വാഗ്ദത്തത്തിൽ എത്തിക്കും. കാരണം ജനിച്ച നാൾ മുതൽ വളർത്തപ്പെട്ട ജീവിത സാഹചര്യത്തിനകത്ത് ഒത്തിരി സംവിധാനങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും പിതാക്കന്മാരോട് സംസാരിക്കാത്തൊരു ദൈവം, ജീവനുള്ള ദൈവം എന്നോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. ഒരു വാചകം ഞാൻ കൈമാറുകയാ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കാൻ കഴിവുള്ളവനാ. നീ ആരാധിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ളവനാ. അവൻ നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ അത്ഭുതകരമായി ചിലത് ചെയ്യാൻ പോകുകയാ. നിന്റെ കണ്ണുനീരിന്റെ ശബ്ദം കേട്ട്, നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ട്, നിന്റെ തകർച്ചയുടെ കാഴ്ച കണ്ട് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വത്തെ ഇന്ന് പകലിൽ കർത്താവ് ഇതിനകത്ത് കൈമാറുമെന്ന് ആത്മാവിൽ ഞാൻ പറഞ്ഞാൽ, ഹല്ലേലൂയ. ഒത്തിരി ചോദ്യങ്ങളുടെ നടുവിൽ വിശ്വാസത്തോടു കൂടി ഈ മനുഷ്യൻ യാത്ര ആരംഭിക്കുമ്പോൾ, ഏത് ദൈവമാണ് നിന്നെ വിളിച്ചേ? അബ്രാം പറയും, സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. ഏത് ദൈവമാണ് നിന്നോട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞേ? എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. കണ്ടോ, ആ ഒരു കൾച്ചറിൽ, ആ ഒരു സംസ്കാരത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഒരു മനുഷ്യൻ വിശ്വാസത്തോടെ പുറത്തു വരിക. ഈ യാത്രാ മധ്യത്തിൽ ഉലക ചരിത്രത്തിൽ ആർക്കും കൈമാറാത്ത വാഗ്ദത്തങ്ങളുടെ ഒരു പാക്കേജ് അബ്രാമിന്റെ ജീവിതത്തിനകത്ത് ദൈവം കൈമാറി. 12-ാം അധ്യായത്തിൽ വിളി കേട്ട് യാത്ര ആരംഭിക്കുന്നു. അബ്രാമുണ്ട്, സാറായി ഉണ്ട്, ഇവരുടെ കൂടെ സഹോദരന്റെ പുത്രനായ ലൂത്തും കുടുംബവുമുണ്ട്. 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരെ ദൈവം അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു. പൊന്നും വെള്ളിയും മൃഗസമ്പത്തും അനുഗ്രഹങ്ങളും ഒക്കെ നൽകി അബ്രാമിനെയും കുടുംബത്തിനെയും ലോത്തിനെയും കുടുംബത്തെയും കർത്താവ് അത്ഭുതകരമായി വർദ്ധിപ്പിക്കാനിടയായി തീർന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാരും തമ്മിൽ ഒരു പിണക്കമുണ്ടായി. സത്യത്തിൽ അവിടെ ഒരു ഇഷ്യൂ, ഒരു പിണക്കമുണ്ടായി. ഈ പിണക്കമുണ്ടായി എന്ന് അബ്രാം അറിഞ്ഞപ്പോൾ ലോത്തിനെ അടുത്ത് വിളിച്ച് അബ്രാം പറയുന്ന ഒരു വാക്കുണ്ട്, ലോത്തേ, ഇതാ ദേശം നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇതാ വിശ്വാസത്തിന്റെ നായകൻ അഥവാ വിശ്വാസത്തിന്റെ പിതാവ് ലോത്തിന്റെ മുമ്പിൽ വഴിമാറുകയാണ്. ബൈബിൾ ഇങ്ങനെ എഴുതി, ലോത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് യോർദാൻ അരികെയുള്ള നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ പാർത്തു. നോക്കിക്കേ, ജഡത്തിലും ബുദ്ധിയിലും ആശ്രയിക്കുന്നവൻ ലോകപ്രകാരമുള്ള നന്മകൾ പ്രാപിച്ചു. വിശ്വാസത്താൽ ഇറങ്ങിയ അബ്രാം ശൂന്യതയ്ക്കകത്ത് നിൽക്കുക. അവിടെ നിൽക്കുന്ന അബ്രാമിനോട് ദൈവത്തിന് പറവാൻ ഒരു ദൂതുണ്ട്. നിന്റെ തല ഉയർത്തി നീ ദേശത്തിന്റെ 4 ദിക്കിലേക്ക് നോക്ക്, നീ കാണുന്നത് ഞാൻ നിനക്ക് അവകാശമായി തരും. ശ്രദ്ധിക്കണം, ലോത്തിന്റെ കാലെത്താത്തടുത്ത് അബ്രാമിന്റെ കണ്ണെത്തി. ലോത്ത് തന്റെ പ്രവൃത്തി കൊണ്ട് യോർദാൻ അരികെയുള്ള പട്ടണങ്ങൾ പിടിച്ചപ്പോൾ ഇതാ അബ്രാം താൻ വിശ്വാസത്താൽ രാജ്യങ്ങളെ നോക്കി പിടിക്കാൻ ഇടയായി തീർന്നു. ആത്മാവ് ഇന്ന് ചിലരോട് ശക്തമായിട്ട് കൈമാറുകയാ. ജഡത്തിൽ ഇറങ്ങിയവൻ പ്രവർത്തിച്ച് വാങ്ങിക്കുമ്പോൾ വിശ്വാസത്താൽ ഇറങ്ങിയ നിനക്ക് വേണ്ടി വിശ്വാസത്താൽ ചിലത് പിടിച്ചെടുക്കാനുള്ള അത്ഭുതകരമാകുന്ന അഭിഷേകത്തെ ഈ ആരാധനാ മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാ.
ഇന്നലകളിൽ നീ വിശ്വസിച്ചത്, ഇന്നലകളിൽ നീ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തത്, ഇന്നലകളിൽ ദൈവം നിന്റെ ഹൃദയത്തിനകത്ത് തന്ന വാഗ്ദത്തത്തെ വിശ്വാസത്തോടെ നീ കാണാൻ തയ്യാറാണെങ്കിൽ, ലോത്തിന്റെ കാലും ഉടലും എത്താത്തെടുത്ത് അബ്രാമേ നിന്റെ കണ്ണെത്തിയാൽ രാജ്യങ്ങൾ നിനക്ക് അവകാശമായി ലഭിക്കുന്ന ഒരു ആത്മതലത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് തുറക്കാൻ പോകയാ. കൂടെ കൈതട്ടിയവൻ, കൂടെ ആരാധിച്ചവൻ, കൂടെ കൈക്ക് പിടിച്ച് വളർന്നവൻ ഇതാ യോർദാൻ അരികെയുള്ള നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ പാർത്തു. വിശ്വാസത്താൽ ഇറങ്ങി അബ്രാം ശൂന്യതയ്ക്കകത്ത് നിൽക്കുക. ബൈബിൾ ഇങ്ങനെ എഴുതി, അബ്രാം പിന്നത്തേതിൽ ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിനകത്ത് കൂടാരമടിച്ചു. ഈ പിതാവ് വയോധികനാകുന്ന ഈ മനുഷ്യൻ അപ്പോഴും വാഗ്ദത്തത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നിൽക്കുക. വാഗ്ദത്തത്തെ വഹിക്കുന്ന, വാഗ്ദത്തത്തെ ചുമക്കുന്ന, വാഗ്ദത്തത്തോട് പ്രതികരിച്ച് വാഗ്ദത്തത്തെ മാത്രം കാത്തിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഇടപെടുകയാ. ഇന്ന് നീ പുറമെ ഒന്നും കാണത്തില്ല, നിന്റെ അകത്താ വാഗ്ദത്തം കിടക്കുന്നത്. പക്ഷേ സാഹചര്യത്തിനകത്ത് ദൈവത്തോട് പിറുപിറുക്കാതെ, സാഹചര്യത്തിന്റെ മുമ്പിൽ നെഗറ്റീവിന്റെ വാക്കുകൾ പറയാതെ, പരാജയത്തിന്റെ വാക്കുകൾ പറയാതെ, വിശ്വാസത്തോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ അകത്ത് കിടന്ന വാഗ്ദത്തത്തിന്റെ മുള പൊട്ടിച്ച് ആ വാഗ്ദത്തത്തെ കിളിർപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മഹത്വത്തെ 2025 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തെളിയിച്ച് കാണിക്കാൻ പോകയാ. ആത്മാവിനോട് പ്രവചിക്കാൻ എനിക്ക് നിയോഗം തരികയാണ്. 2025 ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തിയുടെ വർഷമായി തീരാൻ പോകയാ. 22, 23, 24 നീ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നതിന് 25ന്റെ പ്രാരംഭ മാസത്തിൽ തന്നെ, വിശേഷാൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7ാം ദിവസം തീരുന്നതിന് മുമ്പ് തന്നെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തരാൻ പോകയാ. ഹല്ലേലൂയ. മമ്രയുടെ തോപ്പിൽ, ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിനകത്ത് കൂടാരമടിച്ച് അബ്രാം ഇരിക്കുക. 12ാം അധ്യായത്തിൽ വിളിക്കുന്നു. 13ാം അധ്യായത്തിൽ ലോത്ത് വഴിമാറിപ്പോകുന്നു. 14ാം അധ്യായത്തിൽ ലോത്തിന്റെ ജീവിതത്തിനകത്ത് ഒരു ഭയങ്കര ദുരന്തമുണ്ടായി. 4 രാജാക്കന്മാർ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ 4 രാജാക്കന്മാർ ഏകദേശം 5 രാജ്യത്തോടും രാജാക്കന്മാരോടും യുദ്ധം ചെയ്യുകയാണ്. ഈ 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അവരുടെ സമ്പത്തും നന്മകളും ഒക്കെ ആയിട്ട് സ്തോത്രം 4 രാജാക്കന്മാർ മടങ്ങിപ്പോകുമ്പോൾ സ്തോത്രം അബ്രഹാമിന്റെ സഹോദരന്റെ പുത്രനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവന്റെ കുടുംബത്തെയും ഈ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ടുപോയി. ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 14ാം അധ്യായത്തിന്റെ 14ാം വാക്യം. തന്റെ സഹോദരനെ ബദ്ധനാക്കിക്കൊണ്ട് പോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. ഈ ചരിത്രഭാഗം നിങ്ങൾ ധ്യാനിക്കണം. 4 രാജാക്കന്മാർ ദേശത്തിറങ്ങി യുദ്ധം നടത്തി. ലോത്ത് ഉൾപ്പെടെയുള്ള ഒരു വലിയ കൂട്ടത്തെ ബദ്ധനാക്കിക്കൊണ്ടുപോയെന്ന് അബ്രാം കേട്ടു. അബ്രാം അത് കേട്ടപ്പോൾ മമ്രയുടെ തോപ്പിനകത്ത് സുഖത്തോടെ സന്തോഷത്തോടെ ഇരിക്കുകയല്ല ചെയ്തത്. ഒരു കാലത്ത് തന്റെ കൂടെ നിന്നതാ, ഒരു ഓഫർ കിട്ടിയപ്പോൾ, വാഗ്ദാനം കിട്ടിയപ്പോൾ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ യോർദാൻ അരികെയുള്ള നല്ല സ്ഥലം തിരഞ്ഞെടുത്ത് പോയ ലോത്തിനെ ഓർത്ത് അബ്രാം മാറി നിൽക്കുകയല്ല ചെയ്തത്. ലോത്തിന്റെ വിഷയത്തിനകത്തേക്ക് അബ്രാം ഇറങ്ങി വരാൻ തുടങ്ങി. വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, അബ്രാം തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയാ. നിങ്ങൾ ആ വാചകം ശ്രദ്ധിക്കണം. 4 രാജ്യത്തോടും 4 രാജ്യത്തിന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ അബ്രാമിന്റെ കൂടെയുള്ളത് തന്റെ വീട്ടിൽ ജനിച്ച 318 പേരാ. കണ്ടോ, 4 രാജ്യത്തിന്റെ സൈന്യം യുദ്ധത്തിന് വേണ്ടി പാളയം ഇറങ്ങി നിൽക്കുമ്പോൾ അതിനോട് യുദ്ധം ചെയ്യാൻ പ്രാർത്ഥനാ മനുഷ്യന്റെ കൂടെ ഉള്ളത് 318 പേരാ. ഞാനൊരു വാക്കിങ്ങനെ നിയോഗത്തോടെ കൈമാറുകയാ. നിനക്ക് ആൾബലം കുറവാണെങ്കിലും, നിന്റെ കൂടെ ആളിന്റെ എണ്ണം കുറവാണെങ്കിലും, എല്ലാവർക്കും ഉള്ളതുപോലെ ആയുധങ്ങൾ നിന്റെ കരത്തിൽ ഇല്ലെന്ന് പറഞ്ഞാലോ, നിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ ചെറിയ കൂട്ടത്തെ കൊണ്ട് രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായിട്ട് കൈമാറുകയാ. ബോധ്യമാകുന്നവർ ആത്മാവിൽ കർത്താവിന് ആരാധന കൊടുത്തു. 318 പേരെ കൊണ്ട് 4 രാജ്യത്തെയും അതിന്റെ മിലിറ്ററിയെയും പരാജയപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ശക്തി അബ്രഹാമിന്റെ സൈന്യത്തിന്റെ കൂടെ ഇറങ്ങി വന്നെങ്കിൽ നീ ഒരാളെ നിന്റെ വീടിനകത്ത് ആരാധിക്കാനുള്ളൂ. നീ ഒരു കുടുംബമേ, നിന്റെ ഒരു കുടുംബമേ നിന്റെ പട്ടണത്തിനകത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ശക്തമായിട്ട് ഇടപെടുകയാ. നിയോഗം നിന്റെ മേൽ ഇറങ്ങി വന്നാൽ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ, ചെറിയ കൂട്ടത്തെ കൊണ്ട് വലിയ ചില പദ്ധതികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തെളിയിച്ച് കാണിക്കാൻ പോകയാ. ഉൽപ്പത്തി പുസ്തകം 14ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഭാഗമായി തിരിഞ്ഞു. 4 രാജ്യത്തോടും സൈന്യത്തോടും യുദ്ധം ചെയ്യുകയാ. അപ്പം ഈ 318 പേരെ 4 ഗ്രൂപ്പായിട്ട് തിരിക്കുക. കേവലം 80 പേരിൽ താഴെയുള്ള 4 സംഘവുമായി അബ്രാം യുദ്ധം ചെയ്തെങ്കിൽ ഈ 318 പേർക്ക് അബ്രഹാമിന്റെ വീടിനകത്ത് കിട്ടിയ ട്രെയിനിങ് എത്ര ശക്തമായിരിക്കും. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാർ ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ദൂത് ഞാൻ കൈമാറുകയാണ്. ഈ അന്ന് അബ്രഹാമിന് ദൈവം കൊടുത്തതുപോലെ ഒരു വലിയ നിയോഗത്തെ ദൈവം അങ്ങയുടെ മീതെ കൈമാറാൻ പോവാ. ചിലരെ ജനിപ്പിക്കാനും ചിലതിനെ വളർത്തുവാനും ചിലതിനെ അഭ്യസിപ്പിക്കുവാനുമുള്ള ദൈവത്തിന്റെ കൃപയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷക്തനെ അങ്ങയുടെ മീതെ കർത്താവ് കൈമാറാൻ പോകുകയാണ്. നീ ആത്മീകമായിട്ട് ചിലതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പോകുന്നു. ആത്മീകമായിട്ട് ചിലതിന്റെ വളർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നു. ആത്മീകമായിട്ട് ചിലതിനൊക്കെ ട്രെയിനിങ് കൊടുക്കാനുള്ള ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ കൃപയെ അങ്ങയുടെ മീതെ കർത്താവ് കൈമാറാൻ പോകുകയാണ്. ഈ സീസണിൽ മറ്റൊരുത്തർക്കും പകരാത്ത ഒരു ഡിവൈൻ പ്രോജക്റ്റിനെ ക്രിസ്തുവിൽ ജനിപ്പിച്ച്, ക്രിസ്തുവിൽ വളർത്തി, ക്രിസ്തുവിൽ അഭ്യസിപ്പിച്ചെടുക്കുവാനുള്ള ഒരു ഡിവൈൻ പ്രോജക്റ്റിനെ ദൈവത്തിന്റെ ആത്മാവ് ചില അഭിഷക്ത
ഭക്തന്മാരുടെ മീതെ അത്ഭുതകരമായി കൈമാറുമ്പോൾ അത് എനിക്കുള്ള ദൂതാണെന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ മൗനം പാലിച്ചിരിക്കരുത്. വായു തുറന്ന് നദരം ചലിപ്പിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. 2025 ഇതുവരെ ചെയ്യാത്ത ശുശ്രൂഷയുടെ നിയോഗത്തെ അന്ത്യകാല ഉണർവിന് വേണ്ടി രാജ്യങ്ങളോട് ആത്മയുദ്ധം നടത്തി പരാജയപ്പെടുത്തി രാജ്യങ്ങളെ സഭയാക്കാൻ, പട്ടണങ്ങളെ ഇളക്കി മറിക്കുവാൻ, ഭൂഖണ്ഡങ്ങളെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നേടിയെടുക്കുവാനുള്ള അതിശക്തമായ ഒരു അഭിഷേകത്തിന്റെ ലീഡർഷിപ്പിന്റെ നിയോഗത്തെ ചില കർത്തൃദാസന്മാരുടെ കുടുംബങ്ങളുടെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ശക്തിയോടെ കൈമാറട്ടെ. തന്റെ വീട്ടിൽ ജനിച്ച്, തന്റെ വീട്ടിൽ വളർത്തി, തന്റെ വീട്ടിൽ അഭ്യസിപ്പിച്ച 318 പേരുമായിട്ട് യുദ്ധത്തിനിറങ്ങുക. 4 രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ അബ്രഹാമിന് ചെറിയ ടീം മതി. യെശയ്യാ പ്രവചനം 48 അധ്യായം 17 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. മറ്റാരും നേരിടാത്ത പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണോ? ഞാൻ ഈ വചനാടിസ്ഥാനത്തിൽ കൈമാറുകയാണ്. ദൈവം നിന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റാരും നേരിടാത്ത ആ വലിയ സംഘർഷത്തിലൂടെ, മാനസിക പിരിമുറുക്കത്തിലൂടെ നീ കടന്നു പോകുകയാണോ? ഈ തിരുവെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ. കർത്താവ് നിന്നെ എന്തോ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ആരോ ചോദിക്കുന്നു, എന്താ കർത്താവേ എന്റെ ജീവിതത്തിനകത്ത് മാത്രം ഇങ്ങനെ? എന്താ കർത്താവേ എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയുടെ മേൽ മാത്രം ഇങ്ങനെ? ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട് ഈ മിനിറ്റിൽ ആ ദൂത് എനിക്കുള്ളതാണെന്ന് നീ ചിന്തിച്ചില്ലേ? നിന്റെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് ശക്തമായിട്ട് ഈ ദൂത് കൈമാറുകയാ. ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി കർത്താവ് നിന്നെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാരും കടന്നു പോകാത്ത ജീവിത സാഹചര്യത്തിലൂടെ നീ കടന്നു പോകുന്നത് മറ്റൊരു ർക്കും കൈമാറാത്ത ദൈവത്തിന്റെ മഹാ നിയോഗത്തെ നിന്റെ മീതെ കൈമാറാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഒരു തലമുറയെ പുറത്തെടുക്കാനുള്ള ശക്തമായ അഭിഷേകത്തെ. കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും പുറത്തു വന്നൊരു ദൈവമനുഷ്യൻ ഒരു ജനറേഷനെ ട്രെയിൻ ചെയ്തു. ഈ വാക്യത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ വണ്ണം കർത്താവ് ചിലർക്ക് വേണ്ടി ഇതിനെ പ്രവചന ദൂതായിട്ടിടുന്നു. തന്റെ വീട്ടിൽ ജനിച്ച് അവിടെ വളർന്ന് ആ വീടിനകത്ത് അഭ്യാസം ലഭിച്ച 18 പേർ. കർത്താവ് ഈ പ്രശ്നത്തിനകത്തൂടെ എന്തൊക്കെയോ നമ്മെ പഠിപ്പിക്കുക. മറ്റൊരു കുടുംബത്തിനും ഇല്ലാത്ത വെല്ലുവിളി നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ സൊസൈറ്റിയിൽ, നിങ്ങളുടെ ആ കുടുംബ പശ്ചാത്തലത്തിനകത്ത് മറ്റാർക്കും ഇല്ലാത്ത വേദനകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, എന്തോ ദൈവം നിന്നെ പഠിപ്പിക്കുകയാ. ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഒക്കെ എന്റെ വിഷയത്തിനകത്ത് വിടുതലില്ലല്ലോ, ഇങ്ങനെ തന്നെ ഞാൻ കടന്നു പോകുകയാണല്ലോ. കുഞ്ഞ, ദൈവം നിന്നെ എന്തോ ഒരു വലിയ നിയോഗത്തിന് വേണ്ടി പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ഇനി നിന്റെ കണ്ണ് നനയാൻ ദൈവം അനുവദിക്കത്തില്ല. രാജ്യങ്ങളെ തൊടുന്ന മഹാനിയോഗത്തെ നിന്റെ വീടിന്റെ ബൗണ്ടറി വിട്ട് നീ പുറത്തു പോയിട്ടില്ല. എന്നോടൊരു വാചകം ഇങ്ങനെ പറയാൻ കർത്താവ് എനിക്ക് പ്രേരണ തരികയാ. മാതാപിതാക്കൾ ഒതുക്കപ്പെട്ട ബൗണ്ടറികളെ പൊട്ടിച്ചുകൊണ്ട് അടുത്ത ജനറേഷനെ കർത്താവ് ഭൂഖണ്ഡത്തിന്റെ വ്യോമാതിർത്തിക്കപ്പുറം, രാജ്യങ്ങളുടെ വ്യോമാതിർത്തിക്കപ്പുറം തലമുറകൾക്ക് വേണ്ടി ഭാവികാല പദ്ധതിയെ ഒരുക്കുന്ന മഹാദൈവത്തിന്റെ ശക്തിയും കരുണയും ഇന്ന് പകലിൽ കർത്താവ് തമ്പുരാൻ ഇതിനകത്ത് അത്ഭുതകരമായി കൈമാറട്ടെ. താങ്ക് യു ജീസസ്. നമ്മുടെ യുദ്ധം ജഡത്തിലല്ല. നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ലാതെ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാ. ഞാൻ നിങ്ങളോട് പറയാം, ആത്മതലത്തിനകത്ത് ദൈവം നമ്മെ ചിലത് അഭ്യസിപ്പിച്ചാൽ, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഭയപ്പെടത്തില്ലെന്ന് അവർ പറയും. പണ്ടൊരിക്കൽ സോരയ്ക്ക് വെസ്തായോലിനും മധ്യേ മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് ഉദ്യമിപ്പിച്ചു തുടങ്ങിയ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് ശിംശോൻ എന്ന. അവനെ ഉദ്യമിപ്പിച്ചതും വളർത്തിയതും യഹോവയുടെ ആത്മാവാ. കഴിച്ച ആഹാരത്തിന്റെ പോഷക ഗുണം കൊണ്ടല്ല, വളർന്ന ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ സെക്യൂരിറ്റി കൊണ്ടല്ല. അവന്റെ അകത്ത് ശക്തി വ്യാപരിച്ചത് യഹോവയുടെ ആത്മാവിനാല. ചങ്ങല കൊണ്ട് അവനെ കെട്ടിയാൽ ചണനൂല് പൊട്ടുന്നത് പോലെ അത് പൊട്ടും. യുദ്ധത്തിനൊരു സൈന്യം അവന്റെ മുമ്പിൽ പാളയമിറങ്ങിയാൽ, ശത്രു രാജ്യങ്ങൾ അവന്റെ മുമ്പിൽ പടപൊരുതി വന്നാൽ, ശിംശോൻ പറയും, എന്റെ കയ്യിൽ ആയുധമില്ലെങ്കിലോ. ഒരിക്കൽ ഞാൻ കൈ നീട്ടിയപ്പോൾ എന്റെ കയ്യിൽ കിട്ടിയത് ഒരു കഴുതയുടെ പച്ചത്താടിയല്ല. എന്നാൽ ശിംശോനെ കൊണ്ട് ചരിത്രം ഇങ്ങനെ എഴുതി വെക്കുക, സ്തോത്രം, കയ്യിൽ കിട്ടിയ ഒരു കഴുതയുടെ പച്ചത്താടിയല്ല കൊണ്ട് ശത്രുവിന്റെ തലയെ തല്ലി തകർക്കുവാനുള്ള അത്ഭുതകരമാകുന്ന അഭിഷേകം ആ മനുഷ്യന്റെ മേൽ ഇറങ്ങി വന്നെങ്കിൽ നിന്റെ കരത്തിൽ ആയുധമില്ലായിരിക്കാം. നീ പറയുന്ന ഒരു സ്തോത്രത്തിനകത്ത് നൂറ്റാണ്ടുകളുടെ കുടിയിരിപ്പുകളെ പൊട്ടിക്കാനുള്ള ദൈവശക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുകയാ. നീ പാടിവിടുന്ന ഒരു കോറസിനകത്ത്, നീ പറയുന്ന ഒരു അന്യഭാഷയ്ക്കകത്ത്, അഭിഷക്തനെ അങ്ങ് വിളംബരം ചെയ്യുന്ന ഒരു വചനത്തിനകത്ത്, രാജ്യങ്ങളെ നിന്ന് വെല്ലുവിളിക്കുന്ന വൈശാചിക കെട്ടുകളെ അഴിക്കാനുള്ള അത്യന്ത ശക്തിയുടെ ആത്മപകർച്ചയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്ന പകല. അപ്പൊ ആത്മാവിനകത്തൊരു ട്രെയിനിങ് കിട്ടിയാൽ അതിനകത്തൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ പരാജയപ്പെടില്ല. എനിക്ക് മുമ്പ് കർത്തദാസൻ പറഞ്ഞു, ഇത് ആത്മയുദ്ധത്തിന്റെ ദിവസങ്ങളാ. ആത്മമണ്ഡലത്തിനകത്തൊരു യുദ്ധം നടക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, പരാജയപ്പെടില്ല, ജയിക്കുക തന്നെ ചെയ്യും. ഈ ആണ്ടിന്റെ ആദ്യ മാസത്തിൽ തന്നെ ഒരു ജയത്തിന്റെ നിയോഗത്തെ കർത്താവ് പകരുക. ശ്രദ്ധിച്ചേ, 318 പേരുമായി പോയി ഭാഗമായി തിരിഞ്ഞ് 4ഓളം രാജാക്കന്മാരെ പരാജയപ്പെടുത്തി തന്റെ സഹോദരനുമായിട്ട് മടങ്ങി വരുന്ന ഒരു അബ്രാമുണ്ട്. ആ അബ്രാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ 14:18 എഴുതി, ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അടുത്ത വാക്യം, അവനെ മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ.
കണ്ടോ? ഉൽപ്പത്തി 14:18-19 വാക്യത്തിൽ നടന്ന ചരിത്ര സംഭവം എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ എഴുതി വെച്ചേക്കുക. അന്ന് ലോത്തിനെ ബദ്ധരാക്കിക്കൊണ്ടുപോയ ജാതീയ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അബ്രാം മടങ്ങി വരുമ്പോൾ അബ്രാമിനെ എതിരേറ്റു വന്നയാളാണ് ശാലേം രാജാവായ മൽക്കീസദേക്ക്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, അദ്ദേഹം ശാലേം രാജാവുമാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമാണ്. അനുഗ്രഹിച്ചെന്നേ പുതിയ നിയമത്തിൽ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ചരിത്രം നടന്ന ആ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, അദ്ദേഹം അബ്രാമിനെ അനുഗ്രഹിക്കുന്നത് അപ്പവും വീഞ്ഞുമായിട്ട് വന്ന. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, പുരോഹിതന്റെ കയ്യിലിരിക്കുന്ന അപ്പം വിശപ്പ് മാറ്റാനുള്ള അപ്പമല്ല. പുരോഹിതന്റെ കയ്യിലുള്ള വീഞ്ഞ് ദാഹം മാറ്റാനോ നാവിന് രുചി പകരാനോ ഉള്ളതല്ല. പുരോഹിതന്റെ കയ്യിലിരിക്കുന്ന അപ്പത്തിന് തരാൻ ഒരു മെസ്സേജ് ഉണ്ട്, അത് നുറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മാംസമാണ്. പുരോഹിതന്റെ കയ്യിലിരിക്കുന്ന വീഞ്ഞിന് തരാൻ ഒരു മെസ്സേജ് ഉണ്ട്, അത് ഒഴുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിന്റെ നിഴലാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, അപ്പവും വീഞ്ഞും എവിടേക്ക് ഒരുപോലെ സമ്മേളിച്ചിട്ടുണ്ടോ അത് കാൽവരി ക്രൂശിന്റെ നിഴലാണ്. പുരോഹിതന്റെ കയ്യിലിരിക്കുന്ന അപ്പവീഞ്ഞുകൾ ക്രൂശ് മരണത്തിന്റെ, ക്രൂശിൽ വെളിപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും നിഴലാണെങ്കിൽ, അബ്രാമേ, അങ്ങയോട് ദൈവത്തിന്റെ മൗനമായി പറയാനൊരു ദൂതുണ്ട്. രാജാക്കന്മാരെ പരാജയപ്പെടുത്തി വരുന്ന അങ്ങയെ ഒരു രാജകീയ അഭിഷേകത്തിലേക്ക് കയറ്റേണ്ടതിനായി സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് മൽക്കീസദേക്കിന്റെ കരത്തിലിരിക്കുന്നത്. അങ്ങേക്ക് അടുത്തൊരു കാലഘട്ടത്തിൽ കൂടുതൽ വേഗത പകരാനുള്ള യേശുവിന്റെ രക്തത്തിന്റെ നിഴലാകുന്ന വീഞ്ഞാണ് മൽക്കീസദേക്കിന്റെ കരത്തിലിരിക്കുന്നത്. അപ്പവും വീഞ്ഞും ക്രൂശിലെ ആ മരണത്തെ കാണിക്കുന്നുവെങ്കിൽ തിരുവെഴുത്ത് ഇങ്ങനെ എഴുതി, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി ദൈവം തന്റെ ജനത്തെ അത്ഭുതകരമായി നടത്തിയെങ്കിൽ 2025 കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട ജയത്തെ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് കൈമാറാൻ പോകുകയാ. ബോധ്യമാകുന്നവർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. നിന്റെ പ്രവൃത്തി കൊണ്ടല്ല, നിന്റെ യുദ്ധം കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പ്രാപ്തി കൊണ്ടല്ല. നിനക്ക് വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ പിതാവ് പുത്രനെ തകർത്തത് നിമിത്തം അതിലൂടെ മറച്ചിട്ടിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെയോ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാമത്തെ ദിവസം നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് തമ്പുരാൻ കൈമാറുമെന്ന് ആത്മാവിൽ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു. ഈ ദൂത് നിന്റെ രോഗത്തിന്റെ കെട്ടിനെ അഴിക്കാൻ പോകുകയാ. ഈ ദൂത് നിന്റെ ശാപത്തിന്റെ നുഖത്തെ തകർക്കാൻ പോകുകയാ. ഈ ദൂത് നിന്റെ ദാരിദ്ര്യത്തിന്റെ നുഖത്തെ ഒടിച്ചു കളയാൻ പോകുകയാ. ചില രോഗബന്ധനങ്ങൾ ക്രൂശിന്റെ മഹത്വത്തിനകത്ത് നിന്ന് അഴിഞ്ഞു മാറട്ടെ. ചില ശാപത്തിന്റെ കെട്ടുകൾ ക്രൂശിന്റെ മഹത്വത്തിനകത്ത് നിന്ന് തകർന്നു മാറട്ടെ. ചില വേദനയുടെ നെടുവീർപ്പുകൾ ക്രൂശിന്റെ മഹത്വത്തിനകത്ത് ഇന്ന് മകൾ തകർന്നു മാറട്ടെ. കാൽവറിയിൽ വെളിപ്പെട്ട പുത്രന്റെ ജീവന്റെ മഹത്വം യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കുന്നു. ഇദ്ദേഹം മൽക്കീസദേക്ക്. ഇത് വിശദീകരിക്കാൻ വ്യാഖ്യാനിക്കാൻ ഒത്തിരിയുണ്ട്. മൽക്കീസദേക്ക് എന്ന പേര് 2 വാക്കാ. ഒന്ന് മെലേക്ക്, 2 സെദേക്ക്. മെലേക്ക് അർത്ഥം രാജാവ്, സെദേക്ക് അർത്ഥം റൈറ്റസ്നെസ് അഥവാ നീതി. അർത്ഥം അവൻ നീതിയുടെ രാജാവാ. സ്തോത്രം. ഒരേ സമയം അവൻ രാജാവാണ്, അതേസമയം അവൻ പുരോഹിതനാണ്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ചേ. ജാതീയ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി രാജ്യങ്ങളുടെ നന്മകളുമായിട്ട് വരുന്ന അബ്രാമിനെ അബ്രഹാമാക്കാൻ ഈ ചരിത്രം നടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് അബ്രാം എന്ന. പക്ഷെ പുതിയ നിയമത്തിലെ ലേഖനകർത്താവ് അത് റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അബ്രാം എന്നല്ല അബ്രഹാം എന്ന് എഴുതി വെച്ചേക്കുന്നത്. അർത്ഥം അബ്രാമിനെ അബ്രഹാമാക്കാൻ അന്ന് നുറുക്കി ഭക്ഷിച്ച അപ്പവീഞ്ഞുങ്ങൾക്ക് കരുത്തുണ്ടായിരുന്നു. പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ട ശരീരത്തിനകത്ത് ജീവൻ പകരാൻ, ഒരു വാഗ്ദത്ത സന്തതി പുറത്തു വരാൻ സാധ്യതയില്ലാത്ത ശരീരത്തിനകത്ത് വാഗ്ദത്ത സന്തതിയെ ജനിപ്പിക്കാൻ ഒന്നുകൂടെ ഇറങ്ങി നിന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 25 വർഷമായി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനോ ഒരു കുഞ്ഞിനെ വളർത്താനോ ഒരു കുഞ്ഞിനെ വഹിക്കാനോ സാധ്യതയില്ലാതിരുന്ന സാറ എന്ന് പറയുന്ന മാതാവിന്റെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് വളർത്തിയെടുക്കുവാൻ, ആ ബോഡിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അന്ന് വെളിപ്പെട്ട അപ്പവീഞ്ഞുങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നെങ്കിൽ നിന്റെ ശരീരത്തെ ഡെവലപ്പ് ചെയ്യാൻ ഈ വചനത്തിന് പറ്റൂ. നിന്റെ ശരീരത്തിന് ജീവൻ പകരാൻ ഈ വചനത്തിന് സാധ്യതയുണ്ട്. നിന്റെ രോഗബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ ഈ വചനത്തിന് സാധ്യതയുണ്ട്. മരുന്നിനോ ഔഷധത്തിനോ ലേപനത്തിനോ ചെയ്യാൻ കഴിയാത്തത്, റേഡിയേഷനോ കീമോതെറാപ്പിക്കോ ചെയ്യാൻ കഴിയാത്തത്, ആന്റിബയോട്ടിക്കുകൾക്ക് ചെയ്യാൻ കഴിയാത്തത്, ഈ ലോകത്തിലെ വിദഗ്ധമായ ശസ്ത്രക്രിയക്ക് ചെയ്യാൻ കഴിയാത്തത് ക്രൂശിന്റെ വചനം കൊണ്ട് ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ശരീരങ്ങളുടെ മീതെ അത്ഭുതകരമായി കൈമാറട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാം ദിവസത്തിൽ തന്നെ സൂപ്പർ നാച്ചുറൽ ഹീലിംഗിനെ ദൈവത്തിന്റെ ആത്മാവ് ചില വീടുകളുടെ അകത്തേക്ക് കൈമാറുകയാണ്. സർജറിക്ക് വിധി എഴുതിയ ചിലതിനെ പോലും സൗഖ്യമാക്കേണ്ടതിനായി ഈ വചനത്തെ നീ ഇപ്പോ വിശ്വസിക്കുമ്പോൾ നിന്റെ ശരീരത്തിനകത്ത് കർത്താവ് സൗഖ്യത്തെ പകരുക. മൽക്കീസദേക്ക് ഈ വിശ്വാസികളുടെ പിതാവായ അബ്രാമിന്റെ അരികിലേക്ക് വരുമ്പോൾ അന്ന് അബ്രഹാം ആയിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു മൽക്കീസദേക്ക് കൊടുത്ത അപ്പവും വീഞ്ഞും അത് നുറുക്കി ഭക്ഷിച്ചത് നുകർന്നപ്പോ ആ ശരീരത്തെ ദൈവം അബ്രഹാമാക്കി. ബഹുജാതികൾക്ക് പിതാവ്, ഒരു വാഗ്ദത്ത സന്തതി പോലും പുറത്തു വരാത്ത അബ്രാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കാൻ മൽക്കീസദേക്ക് കൊടുത്ത അപ്പവീഞ്ഞുങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അബ്രാമിന് വേണ്ടി മൽക്കീസദേക്ക് ആയിരുന്നു. പക്ഷേ പുതുനിയമ സഭയ്ക്ക് വേണ്ടി ബൈബിൾ ഇങ്ങനെ എഴുതി, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നമുക്ക് വേണ്ടി ഒരു പുരോഹിതൻ വരും.
അവൻ നമുക്ക് വേണ്ടി അപ്പവും വീഞ്ഞും നൽകി തന്നത് കാൽവറിയുടെ കൊലക്കളത്തിലാ. രണ്ട് കള്ളന്മാരുടെ നടുവിൽ, ആകാശത്തിനും ഭൂമിക്കും നടുവിൽ, ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇരു കരവും വിരിച്ച് തകർക്കപ്പെട്ടപ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന മാനവകുലത്തിന്റെ പാപത്തെ, ശാപത്തെ, സകല നുഖങ്ങളെയും സകല ദുരന്തങ്ങളെയോ ആ ക്രൂശിലെ അപ്പവീഞ്ഞുകൾ കൊണ്ട്, ക്രൂശിലെ മാംസവും രക്തവും കൊണ്ട് അവൻ അന്ന് അവിടെ തകർത്ത് മാറ്റിയെങ്കിൽ ഇന്ന് ഈ മിനിറ്റിൽ നീ വിശ്വസിക്കുന്ന മാത്രയിൽ നിന്റെ വീടിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത് അഭിഷക്തരെ അങ്ങയുടെ ശുശ്രൂഷകളുടെ മീതെ അങ്ങനത്തെ ആത്മതലത്തെ തുറക്കാൻ സാധ്യതയുള്ള ദൈവത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെട്ട് വരട്ടെ. ജാതികളെ പരാജയപ്പെടുത്തി രാജാക്കന്മാരുടെ നന്മയുമായി വന്ന അബ്രാമിനെ എതിരേറ്റ് മൽക്കീസദേക്ക് വന്നു. അബ്രാം ഇതാ ഒരു രാജകീയ അവകാശത്തിലേക്ക് കയറുക. സത്യത്തിൽ മൽക്കീസദേക്ക് അബ്രാമിന്റെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പുള്ള ലോത്തിന് വേണ്ടി ഇദ്ദേഹം യുദ്ധം ചെയ്ത്, ലോത്തിന് വേണ്ടിയാ ശരീരം മുറിവേറ്റ്, ലോത്തിന് വേണ്ടിയാ ശത്രുക്കളെ സമ്പാദിച്ച്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇപ്പോഴും നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടിയൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കാൻ മുഴങ്കാലിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിഷയം മറക്കുന്നുണ്ടെങ്കിൽ, നീ ആത്മയുദ്ധം നടത്തുന്നത് മറ്റാർക്കൊക്കെ വേണ്ടിയാണെങ്കിൽ, ദൈവാത്മാവ് സംസാരിക്കുക. നിന്റെ യുദ്ധത്തിനകത്ത് കർത്താവ് നീതി കൽപ്പിച്ചാക്കാൻ പോവുക. ലോത്ത് നിനക്ക് ശത്രുക്കളെ സമ്പാദിക്കുന്നതാ, പക്ഷെ മൽക്കീസദേക്ക് നിന്നെ നിന്റെ ഡെസ്റ്റിനിയിലേക്ക് തിരിക്കുന്നവനാ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ബന്ധത്തെ മുറിച്ചു മാറ്റി മറ്റൊരു പ്രധാനപ്പെട്ട ബന്ധത്തെ ദൈവമായിട്ട് കണക്ട് ചെയ്തെങ്കിൽ, ആത്മതലത്തിൽ ഈ വചനത്തിന്റെ നിയോഗത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ചിലരെ നോക്കി പ്രവചിക്കുകയാണ്. നിന്റെ വാഗ്ദത്തത്തിന്റെ ഡെസ്റ്റിനിയിൽ എത്താൻ നിനക്ക് തടസ്സം നിൽക്കുന്ന ലോത്തുമാരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുറിച്ചു മാറ്റുകയാ. വാഗ്ദത്തത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന മൽക്കീസദേക്കുമാരെ കർത്താവിന്റെ ആത്മാവ് നിന്നിലേക്ക് കണക്ട് ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോ. ഡിവൈൻ കണക്ഷനുകൾ, ഡിവൈൻ കണക്ഷനുകൾ. ഐ റിപ്പീറ്റ്, ഞാൻ ആ വാചകം വീണ്ടും ആവർത്തിക്കുന്നു. മാനുഷിക ബന്ധങ്ങളല്ല, ദൈവീകമാകുന്ന ബന്ധങ്ങൾ. ഇത് എവിടുന്ന് വന്നു, ആര് കൊണ്ടുവന്നു എന്നറിയാതെ വണ്ണോ അബ്രാമിനോട് ചോദിച്ചാൽ പറയും, മൽക്കീസദേക്ക് ആരാ എനിക്കറിയില്ല, അദ്ദേഹത്തിന് പിതാവില്ല, അദ്ദേഹത്തിന് മാതാവില്ല, അദ്ദേഹത്തിന് വംശാവലിയില്ല, അദ്ദേഹത്തിന് ജീവാരംഭവും ജീവാവസാനവും ഇല്ല. എനിക്ക് വേണ്ടി മാത്രം സ്വർഗത്തിൽ നിന്ന് അങ്ങനെ ഒരു മനുഷ്യനെ ദൈവം ഇറക്കിയെങ്കിൽ, നൂലെ കെട്ടി ഇറക്കി തരേണ്ട നിന്റെ ജീവിത സാഹചര്യത്തിനകത്ത് നിനക്ക് വേണ്ടി അങ്ങനെ ഒന്ന് നൽകി തരാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം. ആണ്ടിന്റെ 1-ാം മാസത്തിന്റെ 20-ാമത്തെ പകലിൽ നിനക്ക് വേണ്ടി മാത്രം തുറന്ന സ്വർഗത്തിൽ നിന്ന് കർത്താവ് ചിലരെ അപ്പോയിന്റ് ചെയ്ത് ഇറക്കുന്ന ദൈവപ്രവൃത്തി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോഴോ മറ്റേതെങ്കിലും സമയമോ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളെ ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. നിന്റെ യാത്രയെ, നിന്റെ വാഗ്ദത്തത്തിലെത്താൻ നിനക്ക് നിന്റെ ടൈമിനെ ലാഗ് ചെയ്യിക്കുന്ന എല്ലാ ലോത്തുമാരെയും പൊട്ടിക്കണം. ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളെ നീ കട്ട് ചെയ്യണം. അങ്ങനെ നീ കട്ട് ചെയ്യുമ്പോൾ നിന്റെ ഡെസ്റ്റിനിയിൽ എത്തിക്കുന്ന നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പറിനെ, മൽക്കീസദേക്കിനെ കർത്താവ് നിനക്ക് വേണ്ടി കണക്ട് ചെയ്യും. അരുതാത്തതിനെ, വേണ്ടാത്തതിനെ നീ മാറ്റുമ്പോൾ നിനക്ക് മോർ ആക്സിലറേഷൻ, വേഗത തരുന്ന, നിന്നെ വേഗത്തിൽ നിന്റെ വാഗ്ദത്തത്തിൽ എത്തിക്കുന്ന ചിലരെ നിന്റെ കരത്തിലേക്ക് കർത്താവ് കൊണ്ട് തരാൻ പോകയാ. ഈ വർഷം ആ നിലകളിലുള്ള ഡിവൈൻ കണക്ഷനുകളെ കർത്താവ് ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ഇന്നലകളിൽ നീ ആർക്കൊക്കെ വേണ്ടി യുദ്ധം ചെയ്തു, പക്ഷേ ഇനി നിനക്ക് യുദ്ധമില്ല. ഇനി ദൈവമാണ് നിന്നെ നടത്താൻ പോകുന്നത്. ശാലേം രാജാവ് മെലേക്സദേക്ക് നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ, മെലേക്സദേക്ക് നിനക്ക് അപ്പവീഞ്ഞുകൾ നുറുക്കി തന്നാൽ, മെലേക്സദേക്ക് നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ, ഇന്നലകളിലെ ദുരന്തം നിന്നെ തൊടാതെ വണ്ണം, ഇന്നലകളിലെ തകർച്ചകൾ ഇനി നിന്നെ കർത്തൃത്വം നടത്താതെ വണ്ണം കർത്താവ് നിന്നെ അത്ഭുതകരമായിട്ട് നടത്താൻ പോകയാ. അബ്രഹാമിന് വേണ്ടി അബ്രാമിനെ അബ്രഹാം ആക്കാൻ ശാലേം രാജാവും ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കീസദേക്ക് വന്നെങ്കിൽ, പുതിയ നിയമസഭയ്ക്ക് വേണ്ടി വരുന്നത് രാജാദി രാജാവും കർത്താദി കർത്താവുമായവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി വരിക. നിങ്ങളുടെ ഹൃദയം എന്ന മാംസപ്പലകയിൽ ഞാൻ ഈ ദൂത് എഴുതുന്നു. രാജകീയ അവകാശത്തിന്റെ വർഷമാണ് 2025 ഈസ് ദ ഇയർ ഓഫ് റോയൽ ഇൻഹെറിറ്റൻസ്. നീ ഇന്നലെ വരെ അടിമയായി തകർന്ന് അപമാനിക്കപ്പെട്ട് സ്തോത്രം നിലംപരിചായി പോയ മേഖലകളുടെ അകത്ത് ദൈവം നിന്നെ വാഴിക്കുന്ന വർഷമാക്കി. ഈ വർഷത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകയാ. ഈ ദൂത് ഈ മീഡിയയിലൂടെ കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷക്തൻ എന്ന നിലയിൽ ഞാൻ പറയുക, നീ പ്രതീക്ഷിക്കുന്ന ആ ജപ്തി നിന്റെ വീട്ടിൽ നടക്കത്തില്ല. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ബാങ്കിലെ ആ പേപ്പർ, അത് നിമിത്തം നിന്റെ നന്മ നഷ്ടപ്പെടാൻ യേശുവപ്പെ അനുവദിക്കത്തില്ല. വിശ്വസിക്ക്. നിന്നെ അനുഗ്രഹിപ്പാൻ, നിന്റെ വിഷയത്തിന് സൊല്യൂഷൻ കൽപ്പിച്ചാക്കാൻ, നിന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ ഒരു മൽക്കീസദേക്ക് നിന്റെ ഡോറ് തുറക്കുമ്പോൾ, നിന്റെ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ, നീ അത് കാണത്തക്ക നിലയിൽ, ആ ശബ്ദം നീ കേൾക്കത്തക്ക നിലയിൽ നിന്റെ വാഗ്ദത്തത്തിൽ നിന്നെ എത്തിക്കുന്ന ചിലരെ കർത്താവ് നിനക്ക് വേണ്ടി ഡിവൈൻലി കണക്ട് ചെയ്യുന്ന അതിഭയങ്കരമാകുന്ന ദൈവപ്രവൃത്തിയെ കർത്താവ് ഇന്ന് പകൽ ഇതിനകത്ത് തുറക്കാൻ പോകയാ. രാജകീയ അവകാശം, രാജകീയ അവകാശത്തിന്റെ വർഷം. അബ്രാമിന് വേണ്ടി ഒരു മൽക്കീസദേക്ക് ഉണ്ടായിരുന്നു. വിശുദ്ധ ബൈബിളിൽ ഒത്തിരി തകർച്ചയിലൂടെ കടന്നുപോയ ആളാണ് യോസഫ്. യോസഫിനെ തന്റെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുവാൻ തിരിക്കാൻ ദൈവം കണ്ട ഒരു മനുഷ്യനാണ് മിസ്രൈമിലെ രാജാവ് ഫറവോ. സത്യത്തിൽ സ്വന്തം സഹോദരങ്ങൾ പോലും ഇവനെ പൊട്ടക്കുഴി തള്ളിയിടുമായിരുന്നു. ചരിത്രം നമുക്കറിയാം. ശേഖേമിൽ നിന്നും ദോദാനിലേക്ക് ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ ചെന്ന യോസഫിനെ സഹോദരന്മാരെല്ലാവരും കൂടെ കൂടി പൊട്ടക്കുഴിയിലേക്ക് തള്ളിയിട്ടു. ഇവൻ പൊട്ടക്കുഴി വീണ് കിടക്കുമ്പോൾ ഇനി ഇവിടെ എഴുന്നേറ്റ് വരത്തില്ലെന്ന് എല്ലാവരും വിധി എഴുതി. ഇവനെ വേസ്റ്റ് ആയതുകൊണ്ടല്ല തള്ളിക്കളഞ്ഞേ. ഈ പൊട്ടക്കിണർ വെള്ളമില്ലാത്ത കിണറാണല്ലോ. ഞാനിങ്ങനെ ചിന്തിക്കുക, വരുന്നവരും പോകുന്നവരും എല്ലാം വേസ്റ്റ് അവിടെയാണ് തള്ളുന്നത്. അങ്ങനെയെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന പൊട്ടക്കിണറ്റി ജോസഫ് കിടക്കുമ്പോൾ
യോസഫിനെ അവിടുന്ന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കർത്താവ് ഒരു കൂട്ടത്തെ അവിടെ കൊണ്ടുവന്നു. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിന്റെ 25 വാക്യം, ഉൽപ്പത്തി 37ന്റെ 25. അവർ ഭക്ഷണം കഴിപ്പാൻ ഇരുന്നപ്പോൾ തലപൊക്കി നോക്കി, ഗിലെയാദിൽ നിന്നും സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇശ്മായേലിയരായുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. ഗിലെയാദിൽ നിന്നൊരു കൂട്ടം വരിക. ദോഥാനിലെ പൊട്ടക്കുഴിക്ക്, അത് വേസ്റ്റ് കുഴിക്കകത്ത് ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിൽ കിടക്കുന്ന യോസഫിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി കർത്താവ് കൊണ്ടുവരുന്ന കൂട്ടത്തെ കണ്ടോ? ഗിലെയാദിൽ നിന്ന് വരുന്ന കൂട്ടം, അവർ ഇശ്മായേലിയരായ കച്ചവടക്കാരാ. അവരുടെ പ്രോഡക്റ്റ് എന്താണെന്നറിയാമോ? സ്തോത്രം. അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് സുഗന്ധപ്പശ. ഞാൻ ഇങ്ങനെ ഒരു വാചകം ചിലരെ നോക്കിക്കൊണ്ട് പറയുക, ദുർഗന്ധം വമിക്കുന്ന പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന നിന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടതിനായി പെർഫ്യൂം വിൽക്കുന്ന ആളുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ വീടിനകത്ത് കൊണ്ടുവരാൻ പോകുകയാണ്. ദുർഗന്ധത്തെ, നിന്റെ ദുർഗന്ധത്തെ മാറ്റാൻ സുഗന്ധത്തെ കച്ചവടം ചെയ്യുന്ന, സുഗന്ധത്തെ വഹിച്ചുകൊണ്ട് വരുന്ന ചില ആളുകൾ. അർത്ഥാൽ നിന്റെ ദുർഗന്ധം ഇനി ആരും അറിയാതെ, നിന്റെ തകർച്ച ഇനി ആരും അറിയാതെ, നിന്റെ വേദന ഇനി ആരും അറിയാതെ, നിന്റെ പ്രശ്നത്തെ കവർ ചെയ്യുവാൻ, നിന്റെ ലോണിന്റെ വിഷയം ഞാൻ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞ്, നീ നേരിടുന്ന ആ പ്രതിസന്ധിയെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞ്, നിന്റെ പ്രശ്നം പുറത്തു വരാതെ വണ്ണം അതിനെ പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ചിലരെ നിന്റെ വീടിനകത്ത് കർത്താവ് എത്തിക്കാൻ പോവുകയാണെന്ന് ആത്മാവ് ദൂത് പറഞ്ഞാൽ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. ദുർഗന്ധം വമിക്കുന്ന പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യോസഫിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ സുഗന്ധപ്പശ വിൽക്കുന്ന ആളുകൾ ഗിലെയാദിൽ നിന്ന് വരിക. ഇവനെ പൊട്ടക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇവന്റെ ശരീരം മുറിവേറ്റ് കാണും. അങ്ങനെയാണെങ്കിൽ ഗിലെയാദിനെ കുറിച്ച് ഒരു ചൊല്ലുണ്ട്. ഗിലെയാദിൽ ഒരു വൈദ്യനുണ്ട്. മുറിവേറ്റ നിന്നെ സുഖപ്പെടുത്താൻ ഗിലെയാദിൽ നിന്ന് ഒരു വൈദ്യൻ എന്ന് വരാൻ പോവാ. സർജറി കൂടാതെ നിന്റെ ശരീരത്തിനകത്തെ അൺവാണ്ടഡ് ഗ്രോത്തുകളെ അപ്രത്യക്ഷമാക്കേണ്ടതിനായി, അടഞ്ഞു പോകുന്ന നിന്റെ വോക്കൽ കോഡിനെ തുറക്കേണ്ടതിനായി, അഭിഷക്തനെ അങ്ങയുടെ ശബ്ദം പുറത്തു വന്നാൽ പൈശാചിക ശക്തികൾക്ക് ഭയം തട്ടുമെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് നിന്റെ ശബ്ദത്തെ അടയ്ക്കുന്ന ദേശത്തിന്റെ കുടിയിരിപ്പിനെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർത്ത് മാറ്റാൻ പോകുകയാ. ഭാരത സഭ കേൾക്കാൻ പാകത്തിൽ നിന്റെ ശബ്ദത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ച് പുറത്തെടുക്കാൻ പോകുകയാ. എന്നോട് ആത്മാവ് പറയുന്നു, ചിലരുടെയൊക്കെ വോക്കൽ കോഡിനെ അടച്ചു കളയുന്ന പൈശാചിക പോരുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദൂതന്റെ മുമ്പിൽ അഴിച്ചു മാറ്റുക. കുറവിനെ പരിഹരിക്കുന്നതാ ദൈവം അയക്കുന്ന ദൈവമനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നടക്കുന്നത്. ദുർഗന്ധം വമിക്കുന്ന വേസ്റ്റ് കുഴിക്കകത്ത് കിടക്കുന്ന, പൊട്ടക്കണത്തിനകത്ത് കിടക്കുന്ന യോസഫിന്റെ ശരീരത്ത് മുറിവുണ്ട്. അവൻ ദുർഗന്ധത്തിനകത്ത് കിടക്കുന്ന, പക്ഷേ അവന്റെ ദുർഗന്ധം പുറത്തു വരാതെ അവനെ കവർ ചെയ്യാൻ സുഗന്ധപ്പശയും സാമ്പ്രാണിയും സന്നിനായകവും വിൽക്കുന്ന ഇശ്മായേലിയരായ കച്ചവടക്കാരി ഗിലെയാദിൽ നിന്ന് റൂട്ട് തെളിച്ച് വന്നെങ്കിൽ നിനക്ക് വേണ്ടി ചിലതിനെ റൂട്ട് മാപ്പ് തെളിച്ച് നിന്റെ പ്രശ്നത്തിന്റെ അരികിലെത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം അധികം വിദൂരമല്ല. ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് നിന്റെ വീടിനകത്ത് ആഴത്തിലൊരു വിടുതലിനെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കാൻ പോകുകയാ. Glory unto the name of Jesus. യോസഫ് പൊട്ടക്കുടിയിലേക്ക് വീഴുന്നതിന് മുമ്പ് അച്ചാച്ചന്മാരെല്ലാം അവന്റെ വസ്ത്രം കീറി. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള വാചകമാണ്, ആവർത്തിക്കാൻ ദൈവം നിയോഗം തരുന്നു. പൊട്ടക്കുഴിയിൽ വസ്ത്രമില്ലാതെ കിടക്കുന്ന യോസഫിനോട് മൗനമായി പറയാനൊരു ദൂതുണ്ട്. കരയണ്ടടാ മോനെ, അങ്ങകലെ ഈജിപ്തിലെ നെയ്ത്തുശാലയിൽ നിനക്ക് വേണ്ടി ഞാൻ മറ്റൊരെണ്ണം ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൻ വീട്ടിൽ നിന്ന് കൊടുത്ത വസ്ത്രം വീട്ടുകാർ തന്നെ കീറിക്കളഞ്ഞു. വാചകം പ്രവചനമാകട്ടോ. വീട്ടിൽ നിന്ന് കിട്ടിയത് വീട്ടുകാർ കീറിക്കളഞ്ഞു. വീട്ടിൽ നിന്ന് കിട്ടിയ സമ്പത്ത്, വീട്ടിൽ നിന്ന് കിട്ടിയ വസ്തു, വീട്ടിൽ നിന്ന് കിട്ടിയ ആധാരം, വീട്ടിൽ നിന്ന് കിട്ടിയ നന്മ, വീട്ടിൽ നിന്ന് നിനക്ക് കിട്ടിയ സ്നേഹവും പരിഗണനയും ചുറ്റും നിന്ന് വീട്ടുകാർ തന്നെ കീറിക്കളഞ്ഞെങ്കിൽ വീട്ടുകാർക്ക് കീറിക്കളയാൻ പറ്റാത്തതൊന്ന് അങ്ങകലെ കൊട്ടാരത്തിനകത്ത് നിന്നെ ഉടിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം ഈ ആരാധനയ്ക്കകത്ത് കർത്താവ് തുറക്കുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ഈ പ്രാർത്ഥന, ഈ ആരാധന നിന്റെ വിടുതലിന്റെ ആരാധനയാ. വീട്ടിൽ നിന്ന് കിട്ടിയത് വീട്ടുകാർ കീറിക്കളഞ്ഞാൽ വീട്ടുകാർക്ക് കീറിക്കളയാൻ പറ്റാത്തത് സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് നൽകി തരാൻ പോകാം. നിന്റെ ഉത്തരവാദിത്വം. ആരാ പറഞ്ഞ നീ തകരുമെന്ന്? ആരാ പറഞ്ഞ നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന്? നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന സകല നുഖങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് വാഗ്ദത്തത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ കർത്താവിന്റെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവാ. എന്നെ ചിന്തിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും ഒന്നും അതല്ല. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38 വാക്യത്തിൽ മിസ്രയീം രാജാവായ ഫറവോ യോസഫിനെ നോക്കി തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞൊരു വാചകമുണ്ട്. 41:38. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുവോ? ആരെക്കുറിച്ചാണ് പറയുന്നത്? ചേട്ടന്മാർക്ക് പോലും വേണ്ടാത്ത പൊട്ടക്കിണറ്റി തള്ളിയിട്ട പൊത്തീഫറിന്റെ വീടിനകത്ത് ചെയ്യാത്ത കുറ്റം ആരോപിച്ച് ഈജിപ്തിൽ ജയിലിനകത്ത് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന യോസഫിനെ വിളിച്ചു വരുത്തിയിട്ട് പറയുക, ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുത്തനെ കിട്ടുമെന്ന്. പ്രവചിക്കുന്നു ഞാൻ ആത്മാവിൽ, ഈ നിയോഗം ചെയ്യാൻ നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. ദൈവം നിങ്ങളുടെ മേലൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ മേലൊരു ഉണർവിന്റെ മാൻഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരുത്തരിലൂടെ ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. അഭിഷക്തനെ അങ്ങയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമെന്ന് ദൈവം രൂപകൽപ്പന ചെയ്താൽ അത് അങ്ങിലൂടെ അല്ലാതെ മറ്റൊരുത്തരിലൂടെ നടക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ നിന്റെ വീടിന്റെ വിടുതൽ നടക്കത്തുള്ളൂ. ആരാധിക്കുന്ന നിന്നിലൂടെ നിന്റെ കുടുംബത്തിന്റെ കെട്ടു പൊട്ടത്തുള്ളൂ. നിന്നെ വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് പോലും നീ ഒരു അത്ഭുതമാകത്തക്ക നിലയിൽ. ഫറവോ എന്തുകൊണ്ടാണ് അങ്ങിങ്ങനെ പറയുന്നത്? യോസഫിനെ ഇങ്ങനെ സിഗ്നേച്ചർ ഇട്ട് മാനിക്കാൻ എന്താ കാരണം? 17-ാമത്തെ വയസ്സിൽ പൊട്ടക്കുഴി വീണു. ഏകദേശം 13 കൊല്ലം കഴിഞ്ഞു. 30 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് ഫറവോൻ പറയാം, മന്ത്രവാദിയും ശകുനവാദിയും ലക്ഷണവിധി അറിയാവുന്ന ആളുകളെല്ലാം കൊട്ടാരത്തിലുണ്ട്. പക്ഷെ ഇവന്മാരെല്ലാം നിൽക്കുമ്പോൾ ഇവരുടെ എല്ലാം മധ്യത്തിൽ യോസഫിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാ, ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുത്തനെ കിട്ടത്തില്ലെന്ന്. ഹല്ലേലൂയ. കാര്യം എന്നാണെന്നറിയാമോ? ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു.
സത്യത്തിൽ യോസഫും 2 സ്വപ്നം കാണുന്നുണ്ട്, ഫറവോനും 2 സ്വപ്നം കാണുന്നുണ്ട്. യോസഫിന്റെ ഒന്നാമത്തെ സ്വപ്നം വയലിൽ കറ്റ കെട്ടുന്ന സ്വപ്നമാണ്. യോസഫിന്റെ കറ്റ മാത്രം നിവർന്നു നിൽക്കുന്നു, ശേഷിക്കുന്ന കറ്റകൾ വീണ് കിടന്ന് നമസ്കരിക്കുന്നു. ഇനി ഫറവോന്റെ 2ാമത്തെ സ്വപ്നം നോക്കിക്കേ, 7 കതിരുകൾ. ഈ കറ്റയും കതിരും കണക്റ്റഡാ. ഫറവോൻ കണ്ടത് 7 കതിരാ. പക്ഷെ യോസഫ് പറയും, നീ കണ്ടത് 7 കതിരാണെങ്കിൽ അതിനേക്കാൾ ഒത്തിരി കതിരുകൾ കൂടുന്ന കത്തയുടെ സ്വപ്നം എന്റെ അകത്ത് കിടപ്പുണ്ട്. ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ആ കൊട്ടാരത്തിലെ ജയിലിനകത്ത് കിടക്കുന്ന യോസഫിന്റെ അകത്തുള്ള സ്വപ്നത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഫറവോൻ കണ്ടത്. യോസഫേ, ഇത് നിനക്ക് മാത്രമേ വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിന്റെ പൂർണ്ണത നിന്റെ അകത്താണ് കിടക്കുന്നത്. ഇതിന്റെ മുഴുവൻ മഹത്വം നിന്റെ അകത്താണ് കിടക്കുന്നത്. ആത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുകയാ, നിന്റെ ദർശനത്തിന്റെ ഒരു പാർട്ട്, നിന്റെ സ്വപ്നത്തിന്റെ ഒരു ഭാഗം ചിലതിന്റെ അകത്തേക്ക് കർത്താവ് ഇമ്പാർട്ട് ചെയ്യാൻ പോവാ. സ്വപ്നമുള്ളവൻ ജയിലിൽ കയറിയാലും ഇമ്പാർട്ടേഷൻ നടക്കും. സ്വപ്നമുള്ളവൻ ജയിലിൽ കയറിയാലും പകർത്തി നടക്കും. 100 കണക്കിന് കതിരുകൾ ചേർന്ന് നിൽക്കുന്ന കത്തയുടെ സ്വപ്നം പിടിച്ചോണ്ട് ഈജിപ്തിലെ ജയിലിനകത്ത് ഒരുത്തം കിടന്നാൽ ആ കൊട്ടാരത്തിന്റെ അരമനക്കകത്ത് ആ സ്വപ്നത്തിന്റെ ഒരു പാർട്ട് ഇട്ട് കൊടുക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി ഇന്നും അന്യം നിന്ന് പോയിട്ടില്ല. നിയോഗത്തോടെ ഞാൻ കൈമാറുക, ഒരു സ്വപ്നത്തോടെ, ഒരു ദർശനത്തോടെ ദൈവം നിന്നെ ഒരു ദേശത്തേക്ക് അയച്ചാൽ അതിനെ പകരാൻ, അതിന്റെ ഇമ്പാർട്ടേഷൻ നടത്താൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്, ഒരു രാജകീയ അവകാശത്തിലേക്ക്. ഫറവോൻ അവനെ തന്റെ ഗ്രഹത്തിന്റെ മേലധികാരിയാക്കി. പിന്നത്തേതിൽ മിസ്രൈം ദേശത്തിനൊക്കെ മേലധികാരിയാക്കി. നേർമയുള്ള വസ്ത്രം കൊടുത്തു, മുന്തിരമോതിരം കൊടുത്തു. അവന്റെ പേര് മാറ്റി സാപ്നത്ത് പെനേഹ്, ദ ട്രഷറി ഓഫ് ദ ഗ്ലോറിയസ് റെസ്റ്റ്, അതിമഹത്തായ വിശ്രമത്തിന്റെ സമ്പത്ത്. ഫറവോൻ അവനെ മേലധികാരിയാക്കി. എനിക്ക് ഫറവയോടൊരു ചോദ്യം, വീടിന്റെ അധികാരി ആരിയാ? ഫറവോൻ പറയും ഞാനാ. അപ്പൊ യോസഫ് എനിക്ക് മേലിലെ അധികാരിയാ. ഫറവോനെ മിസ്രൈമിലെ അധികാരി ആരിയാ? ഫറവോൻ പറയും ഫറവോനാകുന്ന ഞാനാ. അപ്പൊ യോസഫോ എനിക്ക് മേളിലുള്ള അധികാരിയാ. ദൂതിതാണ്, ദൈവം നിന്നെ ചിലതിന്റെ ഒക്കെ മീതെ അതോറിറ്റി തന്ന് മാനിക്കാൻ പോകയാ. നീ ഒരു ദേശത്ത് പോയാൽ അവിടുത്തെ സുപ്രീം അതോറിറ്റിയായി ഫറവോന്റെ മേലിൽ ഒരു അധികാരിയാക്കി, കൊട്ടാരത്തിന്റെ മീതെ ഒരു അധികാരിയാക്കി യോസഫിനെ ദൈവം മാനിച്ചതുപോലെ എല്ലാ അധികാരത്തിനും എല്ലാ അതോറിറ്റിക്കും മീതെ നിന്നെ ഇരുത്തി വാഴിക്കുന്ന അഭിഷേകം. വിശ്വസിക്കുക, ഈ ദൂതിന് ഇവിടെ ആമേൻ പറയുമ്പോൾ 2025 രാജകീയ അവകാശത്തിന്റെ വർഷമാ. വിശ്വസിക്കാൻ പറ്റുമോ? ഭാരതത്തിന്റെ 28 സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ലോകത്തിന്റെ 5 വൻകരകളിൽ അങ്ങനെ ഒരു ജനറേഷനെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. മൽക്കീസദേക്കുമാരുമായിട്ട് എൻകൗണ്ടറുകൾ നടത്തുന്ന, സ്വപ്നം കൊണ്ട് കൊട്ടാരങ്ങളെ തുറക്കുന്ന, സ്വപ്നം കൊണ്ട് രാജ്യങ്ങളെ അൺലോക്ക് ചെയ്യുന്ന, സ്വപ്നങ്ങൾ കൊണ്ട് പിതാക്കന്മാരുടെ ബൗണ്ടറികളെ പൊട്ടിക്കുന്ന ഒരു മഹത്വത്തിന്റെ തലമുറയെ അഭിഷേകത്തോടെ, അധികാരത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുമെന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നവർ ആ കരങ്ങൾ ചേർത്തടിച്ച് വായ്കളെ തുറന്ന് ശക്തിയോടെ ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. ഈ ആണ്ടിന്റെ 1-ാം മാസത്തിൽ തന്നെ ഒരു തലമുറയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എഴുന്നേൽപ്പിക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഓ, ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഓ, അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ. അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഓ, രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ.
മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഓ രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും.